സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പതിറ്റാണ്ടുകളായിട്ടുള്ള പഞ്ചാബിലെ ശിരോമണി അകാലിദൾ ബി.ജെ.പി. സഖ്യം പൊളിഞ്ഞത്. പിന്നാലെ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും തനിച്ച് മത്സരിക്കുകയും ചെയ്തു. അത്രയേറെ ശത്രുക്കളായിരുന്നവരിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും സഖ്യ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ്. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. വെറും ഒരു സ്ഥാനമോഹത്തിന്റെ പേരിൽ ശത്രുക്കൾ തമ്മിൽ ഒന്നിക്കുന്നു. ഏതായാലും സഖ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും എല്ലാം ശരിയായാൽ അടുത്തയാഴ്ച സഖ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സഖ്യപ്രഖ്യാപനത്തിന് മുന്നോടിയായി എസ്.എ.ഡി. അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ ഡൽഹിയിലെത്തി ബി.ജെ.പി. ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തുടർച്ചയായ മൂന്നാം വിജയം പ്രതീക്ഷിക്കുന്ന എൻ.ഡി.എ. മുൻ സഖ്യകക്ഷികളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം നേരിടേണ്ടി വന്ന അകാലിദളിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം അനിവാര്യമാണ്. മുൻ എസ്.എ.ഡി. ബി.ജെ.പി. സർക്കാരിലെ ധനമന്ത്രി പർമീന്ദർ സിംഗ് ദിൻസെ രണ്ട് മുൻ സഖ്യകക്ഷികളും ചർച്ചകൾ നടത്തി വരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തന്റെ പിതാവ് സുഖ്ദേവ് സിംഗ് ദിൻസയ്ക്ക് പഞ്ചാബിനും പഞ്ചാബികൾക്കും വേണ്ടി സഖ്യത്തിന് താല്പര്യമുണ്ടെന്നാണ് ദിൻസ പറഞ്ഞത്. അതേസമയം പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിൽ 6 മുതൽ 7 വരെ സീറ്റുകളിൽ മത്സരിക്കാനാണ് ബി.ജെ.പി. ആഗ്രഹിക്കുന്നതെന്നാണ് വിവരം. മറുവശത്ത് എസ്.എ.ഡി. കൂടുതൽ സീറ്റ് വിഹിതം തേടുകയാണ്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം സഖ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുതിർന്ന എസ്.എ.ഡി. നേതാവ് നരേഷ് ഗുജ്റാളും വ്യക്തമാക്കുന്നുണ്ട്. 2020 സഖ്യം അവസാനിക്കുന്നതിനു മുൻപ് 1996 മുതൽ എസ്.എ.ഡി. എൻ.ഡി.എയുടെ ഭാഗമായിരുന്നു. തിടുക്കത്തിൽ എടുത്ത നടപടിയെന്നായിരുന്നു സഖ്യം വിട്ടുപോയതിനെ കുറിച്ച് ബി.ജെ.പി. അന്ന് വിശേഷിപ്പിച്ചത്. നിലവിൽ മായാവതിയുടെ നേതൃത്വത്തിലുള്ള ബഹുജൻ സമാജ് പാർട്ടിയുമായി സഖ്യത്തിലാണ് എസ്.എ.ഡി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.എസ്.പിയുമായി സഖ്യത്തിൽ മത്സരിച്ചിരുന്നു. അന്ന് 117 അംഗ സംസ്ഥാന അസംബ്ലിയിൽ 3 സീറ്റുകൾ മാത്രമാണ് എസ്.എ.ഡിക്ക് നേടാൻ സാധിച്ചത്. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പഞ്ചാബിൽ തർക്കത്തിൽ തുടരവെയാണ് ശിരോമണി അകാലിദളുമായി ചർച്ചകൾ ബി.ജെ.പി. ആരംഭിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇതുവരെ 2 ഘട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. മുന്നണിയിലേക്ക് തിരികെ എത്താൻ ശിരോമണി അകാലിദൾ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ജെ.ഡി.യു. ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെയാണ് കൂടുതൽ പാർട്ടികളെ എൻ.ഡി.എയിൽ എത്തിക്കാൻ ബി.ജെ.പി. ശ്രമങ്ങൾ ആരംഭിച്ചത്. നിലവിൽ ചർച്ചയിലുള്ള ആർ.എൽ.ഡി. ഉത്തർപ്രദേശിലെ കർഷകർക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ്. ടി.ഡി.പി., ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ മുൻപ് എൻ.ഡി.എയുടെ ഭാഗമായിരുന്നു. പ്രാദേശിക സഖ്യത്തിൽ ശക്തിപ്പെടുത്തി 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എൻ.ഡി.എ എത്തിക്കുക എന്നത് മുന്നിൽ കണ്ടാണ് ബി.ജെ.പിയുടെ ഈ നീക്കം. ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന മമതയെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. പഞ്ചാബിൽ ആം ആദ്മിയുമായും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ടുനിന്ന നിതീഷ് കുമാർ തന്നെ മറുപക്ഷത്തെത്തിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എൻ.ഡി.എ സഖ്യത്തിൽ നിന്നും 2 തവണ ഞാൻ പുറത്തുപോയിരുന്നു. എന്നാൽ ഇനി ഒരിക്കലും എൻ.ഡി.എ സഖ്യം ഞാൻ ഉപേക്ഷിക്കില്ല. ഇവിടെ തന്നെ നിൽക്കാനാണ് ഞാൻ തിരിച്ചു വന്നതെന്നാണ് നിതീഷ് കുമാർ മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ കഴിയില്ലെന്നതും സത്യമാണ്. സത്യത്തിൽ വലിയ തിരിച്ചടി കിട്ടിയ അവസ്ഥയിലാണിന്ന് കോൺഗ്രസ്.